തമിഴ്നാട്ടിലെ മറ്റൊരു ജില്ലയായ ശിവഗംഗയിലേക്കാണ് ഇന്നത്തെ യാത്ര. വേളാങ്കണ്ണിയിൽ നിന്ന് ശിവഗംഗ വരെ 236 കിലോമീറ്ററാണ് ദൂരം. തിരുവനന്തപുരത്ത് നിന്ന് ശിവഗംഗ വരെ 356 കിലോമീറ്ററാണ് ദൂരം. ശിവഗംഗയിലേക്കുള്ള ഈ റൂട്ട് തിരഞ്ഞെടുക്കുന്നവർ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും കരുതുക. വേളാങ്കണ്ണിയിൽ നിന്ന് ശിവഗംഗയിലേക്ക് പോകുന്ന വഴി വളരെ വിജനവും വളരെ വിശാലമായ റോഡുമാണ്. ഒരുവിധം സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാമെങ്കിലും ഇടയ്ക്ക് കന്നുകാലികളുടെ ശല്യം ഇവിടെയുണ്ട്. ശിവഗംഗ എത്തുന്നത് വരെ നല്ല ഹോട്ടലുകൾ കാണാൻ പ്രയാസമാണ്. ചുട്ടുപഴുത്ത് കിടക്കുന്ന വിജനമായ ഈ ഹൈവേയിൽ കൂടി വാഹനം ഓടിക്കുമ്പോൾ സിനിമകളിൽ കാണുന്നത് പോലെ ഡെസേർട്ടിൽ കൂടി ഒരു ഹൈവേയും അതിൽ കൂടി നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുന്ന ഒരു ഫീലാണ് അനുഭവപ്പെടുന്നത്. വാഹനത്തിന് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്തൊന്നും ഒരു കടയോ മനുഷ്യരോ ഒന്നും തന്നെ ഇല്ല. തിരുത്തുറപ്പൂണ്ടി, മുതുപ്പേട്ട്, അതിരമ്പട്ടണം, കോട്ടൈപ്പട്ടണം എന്നീ ഗ്രാമസമാനമായ സ്ഥലങ്ങളിൽ കൂടിയാണ് യാത്ര ചെയ്യേണ്ടത്. 155 കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് തോണ്ടി എന്ന ചെറിയൊരു സിറ്റിയിലേക്ക് എത്തിച്ചേർന്നത്. പാണ്ഡ്യ കാലഘട്ടത്തിലെ ഒരു പ്രമുഖ പോർട്ടായിരുന്നു തോണ്ടി. രാമനാഥപുരം ജില്ലയിലാണ് ഈ തോണ്ടി ഉൾപ്പെടുന്നത്. തോണ്ടിയിൽ നിന്ന് 64 കിലോമീറ്റർ ഓടിക്കുമ്പോഴാണ് ശിവഗംഗ എന്ന ജില്ലയിലെത്തിച്ചേരുന്നത്. ശിവഗംഗയിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് കലയാർ കോയിൽ. 155 അടി ഉയരമുള്ള കലയാർ കോവിലിൻ്റെ ദൃശ്യം നമുക്ക് ശിവഗംഗ എത്തുന്നതിന് കിലോമീറ്ററുകൾ അകലെ വെച്ച് തന്നെ കാണാൻ കഴിയും. ശിവഗംഗ ഒരു ചെറിയ സിറ്റിയാണ്. ഒരു ബസ് സ്റ്റേഷനും പിന്നെ കുറച്ച് കടകളും അങ്ങനെയുള്ള ഒരു ചെറിയ ടൗൺഷിപ്പ്. ശിവഗംഗയിൽ എടുത്തു പറയത്തക്ക ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്നത് കലയാർ കോവിൽ മാത്രമാണ്. ബ്രേക്ക്ഫാസ്റ്റ് വേളാങ്കണ്ണിയിൽ നിന്ന് കഴിച്ചിട്ട് 236 കിലോമീറ്റർ പിന്നിട്ടു. ഊണ് കഴിക്കാൻ ശിവഗംഗയിൽ സ്ഥലം അന്വേഷിച്ചെങ്കിലും വളരെ നല്ലതായിട്ടുള്ള ഹോട്ടലൊന്നും കണ്ടുകിട്ടിയില്ല. ഒരു കുപ്പി വെള്ളവും കുറച്ച് ആപ്പിളും സപ്പോട്ടയും വാങ്ങി നേരത്തെ കഴിച്ചതിനാൽ വിശപ്പ് വലുതായിട്ട് തോന്നിയില്ല. കലയാർ കോവിൽ എന്ന പേര് വന്നത് കാളീശ്വരൻ എന്ന പേരിൽ നിന്നാണ്. ശിവഗംഗയിലെ മരുതുപാണ്ഡ്യർ രാജകുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണ് 155 അടി ഉയരമുള്ള കലയാർ കോയിൽ. 12-ാം നൂറ്റാണ്ടിന് മുൻപ് ശിവഗംഗ ജൈനമതക്കാരുടെ ഒരു കേന്ദ്രമായിരുന്നു. നിറയെ കൊത്തുപണികളുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങുകളും ഇപ്പോഴും യാതൊരു കുഴപ്പവും കൂടാതെ നിലനിൽക്കുന്നു. ശിവഗംഗയിലെ രാജ്ഞിയായിരുന്ന വേലു നഞ്ചിയാർ എന്ന ധീരവനിതയായിരുന്നു ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയ ആദ്യത്തെ വനിത. ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടായിരുന്ന ശക്തമായ ഒരു മതിൽ ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ തകർക്കുകയുണ്ടായി. ദർശന സമയം അല്ലാത്തതിനാൽ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കഴിയുന്നതും ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ അതിനുള്ളിൽ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നത് അനുവദിക്കാറില്ല. അനുവദിച്ചാൽ തന്നെയും ഭക്തർക്ക് അത് തടസ്സമാകുന്നതിനാൽ ഞാൻ അങ്ങനെ ഫോട്ടോയും വീഡിയോയും ഉൾവശത്ത് എടുക്കാറില്ല. ശിവഗംഗയിൽ നിന്ന് തിരിക്കുമ്പോൾ വൈകുന്നേരം 3:30 കഴിഞ്ഞിരുന്നു. ഇനി മധുര വഴി നേരെ തിരുവനന്തപുരത്തേക്ക് പോകണം. നേരത്തെ പറഞ്ഞതുപോലെ 356 കിലോമീറ്റർ ഇനി ഓടിക്കണം. ശിവഗംഗ ജില്ലയുടെ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു ജില്ലയുടെ വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക് യു.